സച്ചിൻ, ഏറെ സങ്കടപ്പെടുത്തിയൊരു വാർത്തയായിരുന്നു ആ കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റിയ സംഭവം. ആ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ എന്നാൽ ആ റിപ്പോർട്ട് കണക്കിലെടുക്കാതെ തന്നെ ശക്തമായ നടപടിയിലേക്ക് സർക്കാർ പോകുന്നുവെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ സസ്പെൻഷൻ നടപടി വന്നിരിക്കുന്നത്? തീർച്ചയായും 2 ഡോക്ടർമാർക്കാണ് ഇപ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം സസ്പെൻഷൻ നടപടി നേരിട്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, അതുപോലെ തന്നെ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവർക്ക് നേരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് പ്രാഥമികമായി ഈ ചികിത്സ നൽകിയതിൽ വീഴ്ച വരുത്തി എന്നതാണ് ഈ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത്. അതിനാൽ തന്നെ ശക്തമായ നടപടി സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 24-നാണ് പാലക്കാട് പല്ലശന സ്വദേശിനിയായിട്ടുള്ള 9 വയസ്സുകാരി കൈ വീണ് കൈ പൊട്ടിയതിനെ തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിയത്. തുടർന്ന് കൈക്ക് പ്ലാസ്റ്റർ ഇടുകയും 30-ാം തീയതിയോടുകൂടെ കൈയുടെ രക്തോട്ടം നിലച്ചുകൊണ്ട് വലിയ ഗുരുതരാവസ്ഥയിലേക്ക് കൈ മാറി. തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത്. അവിടെ വെച്ചാണ് കൈ മുറിച്ചു മാറ്റപ്പെട്ടത്. അതിനാൽ തന്നെ തുടക്കത്തിൽ തന്നെ ആരോഗ്യ ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പ്രാഥമികമായ പരിശോധനയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് ശക്തമായ നടപടി ഇപ്പോൾ ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു നടപടി തന്നെയാണ് ആരോഗ്യ വകുപ്പ് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അതായത് ഇപ്പോൾ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നല്ലോ ഒരു ഡോക്ടർമാരുടെ സംഘം. ആ റിപ്പോർട്ട് കണക്കിലെടുക്കുന്നില്ല എന്നാണോ ഇപ്പോൾ ഈ നടപടിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം പ്രാഥമികമായി ഡോക്ടർമാർ നൽകിയ റിപ്പോർട്ടിൽ വീഴ്ച പറ്റിയില്ല എന്നായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പോലും സംസ്ഥാന ആരോഗ്യ വകുപ്പ് അത് കണക്കിലെടുക്കാതെ തന്നെ ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അന്വേഷണം തുടരും. കൂടുതൽ നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ടല്ലേ? അതെ മനു, അത് തന്നെയാണ്. കാരണം സംസ്ഥാന നെന്മാറ MLA കെ ബാബു അടക്കം മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനടക്കം പരാതിയും നൽകിയിട്ടുണ്ട്. കാരണം കൃത്യമായ രീതിയിൽ ശക്തമായ നടപടി ആരോഗ്യ വകുപ്പ് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. പിന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. അതിനാൽ തന്നെ സാമ്പത്തിക സഹായം നൽകുവാൻ വേണ്ടി മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ SC/ST മന്ത്രിക്കടക്കം നെന്മാറ MLA കെ ബാബു നിലവിൽ കത്ത് നൽകിയിട്ടുണ്ട്. കൂടാതെ കുട്ടിയുടെ വിദ്യാഭ്യാസ സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും MLA കത്ത് നൽകിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ ശക്തമായ നടപടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് സച്ചിൻ? നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിലവിൽ കോഴിക്കോട് ICUവിലാണ് നിലവിൽ കുട്ടി കഴിയുന്നത്. കൈ മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കോഴിക്കോട് നിന്ന് കുട്ടിയുടെ മാതാപിതാക്കളുടെ ഒക്കെ പ്രതികരണം വന്നിരുന്നു. വലിയ രീതിയിൽ വേദനയോട് കൂടി തന്നെയാണ് കുട്ടി പ്രതികരിക്കുന്നത്. അമ്മയോട് ഭയങ്കര വൈകാരികമായി ചോദിച്ച ചോദ്യങ്ങളടക്കം ദൃശ്യ മാധ്യമങ്ങളിൽ വന്നിരുന്നു. എൻ്റെ കൈ എവിടെ എന്ന് ഒരു 9 വയസ്സുകാരി കുഞ്ഞ് ചോദിക്കുന്നത് വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ കുട്ടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്.